ഈ മലയാളത്തിൻ്റെതായൊരു താളം എങ്ങനെയാണ് കണ്ടെത്തിയത്? താളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റൈല് ഉം. അതിപ്പം പശ്ചാത്തല സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, കാണുന്ന വിഷ്വൽസിൽ നിന്നാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു ചിന്ത വരും. അത് ഒരു സിറ്റി ബേസ്ഡ് സ്റ്റോറി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ കളർ മാറും. അത് അതിന് തന്നെ സിനിമയിൽ നിന്ന് തന്നെ ഇൻസ്പയറാണ്. ഔട്ട്സൈഡ് ഇൻസ്പിറേഷൻ്റെ ആവശ്യമില്ലല്ലോ അതിൽ. മലയാളത്തിൻ്റേതായിട്ടുള്ള ഒരു തനി താളം അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വല്ലതിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ശ്രമമൊന്നും ആവശ്യം വന്നിട്ടില്ല. എങ്ങനെയാണ് പ്രവർത്തന രീതി? എങ്ങനെയാണ് അത് എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇപ്പോൾ പടങ്ങൾ ചെയ്തതില്ലേ, പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫുൾ സ്റ്റോറി കേൾക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും. ഫുൾ സ്റ്റോറി കേട്ട് പിന്നെ അതിൻ്റെ ഏകദേശം അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതെല്ലാം ഒരു ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കും ഞാൻ. എന്നിട്ട് ഇപ്പം പർട്ടിക്കുലറായിട്ട് സോങ് സിറ്റുവേഷനിൽ ഇപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ ചില സോങ്ങിനിടയ്ക്ക് ചില വേറെ വല്ല ഷോർട്സോ അല്ലെങ്കിൽ വേറെ വല്ല സീക്വൻസോ അതോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബേസിക് ഇപ്പോൾ ഒരു ബേസിക് കളർ മാത്രം മതിയോ ആ സോങ്ങിന്, അതായത് ഒരു പ്രേമഗാനോ അല്ലെങ്കിൽ ഒരു ദുഃഖഗാനോ അങ്ങനെയാണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം തനിച്ച്, അപ്പോൾ വേറെ ആരും കാണില്ല. ഇപ്പോൾ ഹോട്ടൽ റൂമാണെങ്കിൽ ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ തന്നെ ഒരു സിറ്റുവേഷൻ തന്നെ ഒരു 4-5 വെറൈറ്റിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ 4-5 കുറേ സമയം എടുത്തുനിന്നിരിക്കും. അതിൽ എനിക്ക് കൺവിൻസ്ഡായി ഇത് സ്യൂട്ടാവുമെന്ന് തോന്നുന്ന ഒരു 3-4 എണ്ണം ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കേൾപ്പിക്കും. അതിൽ നിന്ന് അവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മാക്സിമം സ്യൂട്ടബിളായിട്ട് നമുക്ക് എന്ത് തോന്നുന്നു. അപ്പോൾ ചിലർക്ക് ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 4 ശരിയായെന്ന് തോന്നണമെന്നില്ലല്ലോ. എൻ്റെ വേ ഓഫ് തിങ്കിങ് ആയിരിക്കില്ല അവരുടെ. ഞാൻ കൺസീവ് ചെയ്ത പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് വീണ്ടും ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറയും. അത് 3-4 അറ്റംപ്റ്റ് കൂടുതലായ സ്റ്റേയിലാവും. പിന്നെ അന്നത്തെ ദിവസം സാധാരണ മിക്കും നിർത്തിയുള്ളൂ. പിന്നെ ഒരു ഹറിവറി ചെയ്തിട്ടുള്ളൊരു പരിപാടി സ്വതവേ എനിക്കില്ല. അത് 31 പടം ചെയ്ത 91-ൽ 31ഓളം പടം ചെയ്തപ്പോൾ പോലും അങ്ങനെ ഒരു ഹറിവറിയുടെ ആവശ്യം വന്നിട്ടില്ല. അല്ല, മിക്കത് ഒരു 2-3 അറ്റംപ്റ്റ്സിൽ എന്തെങ്കിലും സ്യൂട്ടബിളായിട്ട് വരും. അത് പല്ലവി മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ കണക്ഷൻ, പിന്നെ അതിൻ്റെ കണക്ഷൻ ഒരു അനുപല്ലവിയും ചരണവും ഉണ്ടാക്കാനായിട്ട് അധികം സമയം എടുക്കാറില്ല. അത് സോങ്ങിനെ സംബന്ധിച്ചാകുമ്പോൾ ഈ ലിറിക്ക് വരുന്ന പോർഷൻ മാത്രമാണ് നമ്മൾ മുമ്പായിട്ട് ഈ കമ്പോസിങ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആ സിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. റെക്കോർഡിംഗ് ഡേറ്റിൽ ഓൺ ദ സ്പോട്ടാണ് ബാക്കി അതിൽ വരുന്ന ഓർക്കസ്ട്രേഷനും അതിൻ്റെ റിതം പാറ്റേണോ അറേഞ്ച്മെൻറ്റ് എന്താണെങ്കിൽ എന്തൊക്കെ അലങ്കാരങ്ങൾ നമ്മൾ ഈ ആ പാട്ടിനകത്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഓൺ ദ സ്പോട്ട് റെക്കോർഡിംഗ് തിയേറ്റർ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ജോൺസനെ പറ്റി ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ജോൺസന് നമ്മളുടെ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ പാരമ്പര്യം, നമ്മളുടെ നാടോടി സംഗീതത്തിൻ്റെ പാരമ്പര്യം രണ്ടുമുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിൽ സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗീതകാരനാണ് ജോൺസൺ. അപ്പം അത് ജോൺസൻ്റെ കൃതികളിലൊക്കെ കാണാം. തന്നനം പാടി വരാമോ താഴെ താരണിമേട്ടിൽ അൻപിലെ തോഴരുത്താടാൻ അമ്പിളി പേടമാൻ കുഞ്ഞേ. തന്നനം പാടി വരാമോ താഴെ താരണിമേട്ടിൽ അൻപിലെ തോഴരുത്താടാൻ അമ്പിളി പേടമാൻ കുഞ്ഞെ. തന്നനം പാടി വരാമോ. ഗാനങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ കവിതയുടെ അംശം നമുക്ക് കിട്ടുന്നില്ല. ഈ ശബ്ദകോലാഹലങ്ങൾ അതിനെ മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്നു. ജോൺസൺ ചെയ്യുമ്പോൾ അതുണ്ടാവുന്നില്ല. ഈ ഉപകരണ സംഗീതം
നമ്മളുടെ മനുഷ്യ ശബ്ദത്തിൻ്റെ ഒരു സംഗീതം ഉണ്ടല്ലോ, അത് രണ്ടും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഉത്തമമായൊരു ഗാനം ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ വരികൾ എന്താണെന്ന് പോലും അറിയാത്ത നിലയിലുള്ള കോലാഹലങ്ങളാണ് കേൾക്കുന്നത്. അതല്ലാതെ മെലഡി നിലനിർത്തിക്കൊണ്ട് തന്നെ ഗാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, അതിൽ ആവശ്യമായ ഉപകരണങ്ങളുടെ സമന്വയം കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സംഗീതകാരൻ്റെ ചുമതല. അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു സംഗീതകാരനാണ് ജോൺസൺ. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം, പ്രണയമെഴും ദൂതുവരാൻ ചിറകു തരുവൻ പ്രാവേ, പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം. ജോൺസൺ മാഷിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ശരി, പാട്ടിനും ഒരു പ്രത്യേക രീതിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട് ജോൺസൺ മാഷിന്റെ. അത് നമുക്ക് കുറച്ച് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ കേട്ട് കഴിഞ്ഞാൽ നല്ല മെലഡികൾ. ഇപ്പോൾ അനുരാഗിണി, ജാനകിയമ്മയുടെ ഗോപികേ നിൻ വിരൽ തുമ്പൊഴിഞ്ഞു വിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചിച്ചേനെ ഗോപികേ ആ ആ ആ ആ. ഈ പാട്ട് പിന്നെ മറ്റേ ഇതില്ലേ ജാനകി പൊന്നുരുകും പൂക്കാലം, അത് കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളുണ്ട് ജോൺസൺ മാസ്റ്ററിന്റെ. ദാസേട്ടന്റെ അനുരാഗിണി, അതൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തോ ഒരു പ്രത്യേകതയുണ്ട് പാട്ടുകൾക്ക്. എനിക്ക് എന്താന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഭയങ്കര പ്രത്യേകതയുള്ള പാട്ട്. ഞാൻ തന്നെ കുറെ നല്ല ഫോക്കുകൾ പാട്ടുണ്ട്. തങ്കത്തോണി, ക്ലാസിക്കലിൻ്റെ ഇത് പറയുകയാണെങ്കിൽ മൗന സരോവരം, സംഗീതമേ സാമജേ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നല്ല മെലഡീസും പാടിയിട്ടുണ്ട്. ഭരതൻ, പത്മരാജൻ തുടങ്ങിയ സംവിധായകർ കൂടെയുള്ള നല്ല കാലത്തെ കുറിച്ചിട്ടാണ് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ആ കാലത്ത്? ഭരതേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഭരതേട്ടനാണ് ശരിക്കും എന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1978 ആരവം ആ ചിത്രത്തിൻ്റെ പാട്ടുകൾ ചെയ്തത് രാധാകൃഷ്ണൻ ചേട്ടൻ, എം ജി രാധാകൃഷ്ണൻ. അപ്പോൾ അതിൻ്റെ പടം ഫിനിഷ് ചെയ്ത് വന്നപ്പം ഭരതേട്ടൻ
എന്നോട് ചെയ്യാൻ പറയണം. അപ്പോൾ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല അന്ന്. അത് വലിയൊരു മഹത്തായ കാര്യമായിട്ട്. ഒന്നാമത് ഞാനിത് ഉദ്ദേശിച്ച് വന്ന ആളല്ല, ഇത് പ്രൊഫഷനാക്കാൻ ഉദ്ദേശിച്ച് വന്ന ആളല്ല. പിന്നെ ബേസിക്കലി ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ആയിരുന്നു. അവിടെ ഞാൻ ഇവിടെ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് തന്നെ 9-ലൊക്കെ പഠിക്കും 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവാണിക്ക് വേണ്ടിയൊക്കെ സോങ്സൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത്രയും അപ്പോഴേ ഒരു 68, 69-ലൊക്കെ. അപ്പോൾ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നപ്പോഴാണ് എൻ്റെ എന്തോ ഒരു ഇത് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു. എന്താ എങ്ങനെയാ അതിൻ്റെ ഇതൊന്നറിയില്ല. പിന്നീട് അങ്ങോട്ട് ഭരതേട്ടൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭരതേട്ടൻ്റെ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് മ്യൂസിക് ഡയറക്ടർ ഞാനായിരിക്കുന്നതാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഏകദേശം അത്രയും തന്നെ ആയിരുന്നു പപ്പേട്ടനായിട്ട്. പപ്പേട്ടൻ എന്ന് പറഞ്ഞാൽ പത്മരാജൻ. അങ്ങേരുടെ എനിക്ക് തോന്നുന്നത് 2ാമത്തെ പടം തൊട്ട് ഞാൻ അങ്ങേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ പടമാണെന്ന് തോന്നുന്നു. ഒരിടത്തൊരു ഫയൽമാൻ. അതിൽ പാട്ടില്ലായിരുന്നു, അതിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് പറക്കാൻ മുന്തിരി തോപ്പുകൾ അത് ഇത്. അവസാനത്തെ 2 പേരുടെയും അതെനിക്കൊരു എന്താ പറയുക, അതൊരു ഒരു പോറൽ പോലെ മനസ്സിൽ കിടക്കുന്ന രണ്ട് ഡയറക്ടേഴ്സാണ്. കാര്യം അവരുടെ 2 പേരുടെയും അവസാനത്തെ പടം ഞാനാണ് ചെയ്തത്. ഭരതേട്ടൻ്റെ ചുരവും പപ്പേട്ടൻ്റെ ഞാൻ ഗന്ധർവൻ പപ്പേട്ടന് വളരെ ഹോപ്പ് ഉള്ളൊരു സിനിമയായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റായിരുന്നു. എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൺവിൻസിങ്, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു. അതിൽ പാട്ടുകളെല്ലാം പോപ്പുലറായിരുന്നു. പടം വിചാരിച്ചത്ര കമേഴ്ഷ്യലി അങ്ങോട്ട് മോണിറ്ററി ഫീഡ്ബാക്ക് വന്നില്ല. പക്ഷെ അങ്ങനെയായിട്ടുള്ള അതിലിപ്പം നാരി നാരി നേരാ